അർജുൻ നിൽക്കുന്നതിന് ഏകദേശം 150 മീറ്റർ ഇപ്പുറത്താണ് നമ്മളുള്ളത്. ഈ കാണുന്നത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് തൊട്ട് മുമ്പിലായിട്ട് ഒരുപാട് കടകൾ നമ്മൾ കാണുന്നുണ്ട്. ഈ കടകളിലെല്ലാം CCTV ദൃശ്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ നവീൻ ബാബു കയറി വരുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറി വരുന്ന സമയത്ത് ഈ CCTV ദൃശ്യങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ പതിയാനുള്ള സാധ്യതയും ഏറെയാണ്. ഈ കയറുന്നതാണ് നമ്മൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയാണ്. ഈ വഴിയിൽ ഏകദേശം ഈ വഴിയിൽ തൊട്ടിപ്പുറത്തായിട്ട് ഒരു കാനറ ബാങ്ക് ഉണ്ട്. ആ ബാങ്കിന്റെ സൈഡിലായിട്ടും ഒരു CCTV കാണുന്നുണ്ട്. ഈ CCTVയിലായാലും അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ, അതായത് അദ്ദേഹം 14-ാം തീയതി രാത്രിയിൽ വന്ന ആ ചിത്രങ്ങളെല്ലാം ആ ഒരു CCTVയിലും കാണാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ ചിത്രങ്ങൾ ഈ പോലീസ് എത്രത്തോളം ഇതെല്ലാം പരിശോധിച്ചു എന്ന് നമുക്കറിയില്ല. അത്രത്തോളം അയാളുടെ ചിത്രങ്ങളെല്ലാം ഈ CCTVയിലെല്ലാം ഇതാ ആ കാണുന്നതാണ് ആ ഒരു CCTV. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളെല്ലാം അവിടെ പതിയാനുള്ള സാധ്യതയും ഏറെയാണ്. എന്തായാലും ഈ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഈ ഒരു വഴി, അതായത് ഈ കാണുന്ന ഈ ഒരു വഴിയാണ് മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. ഈ ഒരു വഴിയാണ്. ഈ ഒരു വഴി കൂടെ മാത്രമേ അദ്ദേഹത്തിന് പോകാനുള്ള സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. അതായത് ഈ റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറാണ് ആ കാണുന്നത്. പക്ഷേ അദ്ദേഹം മുന്നേ അദ്ദേഹം ടിക്കറ്റ് എടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ആ വഴിയിലൂടെ കയറി പോകാനുള്ള സാധ്യത നമ്മൾ കാണുന്നില്ല. ആ വഴിയിലൂടെ എന്തായാലും കയറി പോകാനുള്ള സാധ്യത കാണുന്നില്ല. എന്തായാലും അദ്ദേഹം ഈ വഴിയിലൂടെ, ഈ ഒരു മെയിൻ എൻട്രൻസ് കടന്ന് ഈ ഒരു വഴിയിൽ കൂടെ മാത്രമേ അദ്ദേഹം പോകാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുള്ളൂ. ഈ ഒരു എൻട്രൻസ് കടന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കടക്കുന്ന സമയത്ത് ഇതാ ഈ കാണുന്നതും ഒരു വലിയൊരു CCTV ആണ്. ഈ ഒരു CCTVയിലും അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ, അതായത് അദ്ദേഹം അന്ന് രാത്രി അദ്ദേഹം ഈ ഏത് സമയത്ത് വന്നു അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു CCTVയിൽ കാണാനുള്ള സാധ്യതയും ഏറെയാണ്. ഈ ഒരു CCTV റൗണ്ടപ്പ് ആണ്. അതായത് ഏത് ഭാഗത്തേക്കും ഏത് ദിശയിലേക്കും ഈ ഒരു CCTV ചലിക്കാം. ഏകദേശം എല്ലാ ഭാഗങ്ങളും, അതായത് ഈ റെയിൽവേ സ്റ്റേഷന്റെ എല്ലാ ഭാഗങ്ങളും ഈ ഒരു CCTVയിൽ പതിക്കാം എന്നുള്ളതും നമുക്ക് ഏറെ വലിയൊരു കാര്യമാണ്. ഇങ്ങനെ കഴിഞ്ഞു ഈ ഒരു ഭാഗത്ത്, അതായത് മെയിൻ എൻട്രൻസ് കടന്ന് ഈ ഒരു ഉള്ളിലേക്ക് കയറുന്ന സമയത്തും ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് വലിയൊരു CCTV, ഏകദേശം വലിയൊരു CCTV, ആ ഒരു CCTVയിലേക്കാളും ഏകദേശം വലിയൊരു CCTV ഇവിടെയും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ, ഈ ഒരു നവീൻ ബാബുവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ചിത്രങ്ങളെല്ലാം ഈ ഒരു CCTVയിൽ കാണാനുള്ള സാധ്യത ഏറെയാണ്. അങ്ങനെ മെയിൻ എൻട്രൻസ് കടന്ന് പ്ലാറ്റ്ഫോമിലേക്ക് കടക്കുന്ന സമയത്താണെങ്കിലും ആ കാണുന്നതും ഒരു CCTVയാണ്. ആ CCTVയിലും അദ്ദേഹത്തിന് അന്ന് രാത്രി ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ബാഗോട് കൂടി വന്ന ആ ഒരു CCTV അടക്കം, ഈ ഒരു സീരിയൽ അടക്കം ആ ദൃശ്യങ്ങൾ കാണാനുള്ള സാധ്യത എന്തായാലും കൂടുതലാണ്. എന്തായാലും അദ്ദേഹം വന്നടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു CCTVയിൽ അടക്കം പതിയും എന്ന കാര്യം തീർച്ചയാണ്. എന്തായാലും അന്ന് രാത്രി എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് ഈ ഒരു CCTV ദൃശ്യങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹം പിന്നീട് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കയറിയതിനു ശേഷം അദ്ദേഹം പിന്നീട് ക്വാർട്ടേഴ്സിലേക്ക് പോയി എന്നാണ് പറയപ്പെടുന്നത്. അതായത് അദ്ദേഹം നിൽക്കുന്ന ക്വാർട്ടേഴ്സിലേക്ക് പോയി. പോയതും ഓട്ടോറിക്ഷയിലാണ് എന്ന തരത്തിലും വാദങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഓട്ടോ സ്റ്റാൻഡ് അവിടെയാണ്, ആ കാണുന്നതാണ് ഓട്ടോ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ആ ഓട്ടോ സ്റ്റാൻഡിന്റെ ഇപ്പുറത്തും ഒരു CCTV കാണുന്നുണ്ട്. ആ ഒരു CCTV, അതായത് അന്ന് രാത്രി അദ്ദേഹം പോയ സമയത്തടക്കം ആ ഒരു CCTVയിൽ കാണാനുള്ള ദൃശ്യങ്ങൾ കാണാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ എന്താ അദ്ദേഹത്തിന് സംഭവിച്ചടക്കമുള്ള കാര്യങ്ങൾ ഈ ഒരു ചിത്രത്തിലും ഈ ഒരു CCTVയുടെ ചിത്രങ്ങളിൽ പതിയാനുള്ള സാധ്യത ഏറെയുണ്ട്. ഇത് വർക്കിംഗ് ആണോ? ഒന്നുമില്ല. വർക്കിംഗ് അല്ലേ? ഇത് പ്രീപെയ്ഡ് തുടങ്ങിയാൽ ഇവിടെ വെറുതെ വെച്ചതാണ്. കണക്ഷൻ ഒന്നും കൊടുത്തില്ല. ഇല്ല, പ്രീപെയ്ഡും ഇല്ല, എല്ലാം പോയി. പിന്നെ കാര്യമായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ റെയിൽവേന്റെ ബൗഡിയിൽ കംപ്ലീറ്റ് നായ്ക്കളെ ശല്യ. ഇന്നൊരു പേ പിടിച്ച പോലത്തെ നായി ഇന്ന് 2 ആളെ കടിച്ചിട്ട് 4 ആളെ അവൻ കടിച്ചിട്ടുണ്ട്. പല പ്രാവശ്യവും നമ്മൾ പറഞ്ഞിന്, എന്നിട്ട് പേപ്പറിൽ റിപ്പോർട്ട് വന്നിന് ഒരു നടപടിയില്ല. നായി അങ്ങോട്ട് പോയിട്ടുണ്ട്. ശ്രദ്ധിക്കണം, നിങ്ങൾ നോക്കണം, നായി അങ്ങോട്ട് പോയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു CCTV നിലവിൽ വർക്കിംഗ് അല്ല എന്നാണ് കാര്യമാണ് പറയുന്നത്. അതായത് 6 ദിവസം വർക്കിംഗ് ആണോ നമുക്ക് ഊഹിക്കാൻ അറിയില്ല. കാരണം അതുകൊണ്ട് തന്നെ ആ ഒരു CCTV ദൃശ്യങ്ങളിലും അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ പതിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ ദിവസത്തും അദ്ദേഹത്തിന്റെ ചിത്രങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ നമുക്കറിയില്ല. എന്തായാലും ഇതാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ചിത്രം.